കഥ ഭൂമി കടന്നും കടക്കാതെയും. ഒരു ഭീമൻ കൈലേസ് പോലെ കോടമഞ്ഞ് താഴ്വര നോക്കി നീങ്ങിയകന്നതോടെ ഞങ്ങൾക്ക് കയറുവാനുള്ള രണ്ടാമത്തേതും അവസാനത്തേതുമായ മല മുന്നിൽ തെളിഞ്ഞു വന്നു. ഒരു ചെറിയ വിശ്രമം കൂടി വേണോ? ഡോക്ടർ ചോദിച്ചു. യാത്ര തുടങ്ങി 2 മണിക്കൂറിനകം തന്നെ 4 തവണ ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വന്ന എൻ്റെ ഗതികേട് അദ്ദേഹത്തെ തെല്ലൊന്നുമായിരിക്കില്ല വിഷമിപ്പിച്ചിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ കാടിൻ്റെ ഇരുണ്ട് കനം തൂങ്ങുന്ന തണുപ്പും കാട്ടുചോലകൾ ഉരുട്ടിയെടുത്ത വഴുക്കുന്ന കല്ലുവഴികളിലൂടെയുള്ള ചെങ്കുത്തായ കയറ്റങ്ങളും എൻ്റെ പാവം ശ്വസനയറയെ തീർത്തും അപകടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. എല്ലാ വിഷമങ്ങളെയും മറികടന്നവൻ്റെ മുഖം സ്വന്തം മുഖത്ത് കെട്ടിവെച്ചുകൊണ്ട് സ്ഥിരമായി നടത്തി വരാറുള്ള പാവകളി പോലും പുറത്തെടുക്കാനാവാതെ ഞാൻ ആകെ കുഴങ്ങി. അനുഭവം കെട്ടഴിഞ്ഞ കാറ്റുപോലെ ചീറിയാർത്ത് കടന്നു വരുമ്പോൾ നമ്മുടെ മേലങ്കികളും മുഖംമൂടിയുമൊക്കെ പറന്നു പോകുന്നു. പക്ഷേ ശ്വാസം കഴിക്കാൻ കഴിയാതെ വിമ്മിട്ടപ്പെടുന്നതിന് എത്രയോ ഇരട്ടി വിഷമം ഞാൻ അനുഭവിച്ചത് അളവറ്റ തൻ്റെ കാരുണ്യം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ വിഷമത്തോടെ നിൽക്കുന്ന ഡോക്ടറുടെ മുഖം കണ്ടപ്പോഴായിരുന്നു. വിളറിയ ചുണ്ടുകളിൽ വെപ്രാളത്തോടെ ഇൻഹേലറിൻ്റെ കുഴൽ ചേർത്ത് പിടിക്കുമ്പോൾ മുതുകിൽ ഏറ്റുവാങ്ങുന്ന ആ കൈകളുടെ മൃദുവായ തലോടലാണ് ഓരോ തവണയും എൻ്റെ ശ്വസനത്തെ ശാന്തമാക്കി പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇത്തരമൊരു വനയാത്ര ആദ്യമായതുകൊണ്ടാണ്, കുറ്റമേറ്റു പറയുന്ന സ്വരത്തിൽ 10ാമത്തെ തവണ ഡോക്ടർ പറഞ്ഞു. ഞാൻ മുകളിലേക്ക് നോക്കി. ദൂരെ കൊടുങ്കാട് ആരംഭിക്കുന്നതിൻ്റെ അതിർത്തിയിലായി 2ാമത്തെ മലയുടെ മുനമ്പിൽ ചെറിയൊരു കുടിൽ കണ്ടു. ഇടതൂർന്ന കാടിൻ്റെ ഗംഭീരമായ പിൻപശ്ചാത്തലത്തിൽ കരയെ കാട്ടിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി സൂചകം പോലെ അത് തറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഡോക്ടറെ നോക്കി. അതെ, അത് തന്നെ, അദ്ദേഹം പറഞ്ഞു. സവിശേഷമായൊരു തിളക്കത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മുഖവും അത് തന്നെ പറയുകയായിരുന്നു. അന്നേരം അവിടെ കണ്ടത് സ്ഥായിയായ കാരുണ്യമായിരുന്നില്ല. പകരം എനിക്ക് മനസ്സിലായതും എന്നാൽ കൃത്യമായി ഉറപ്പിക്കാൻ കഴിയാതിരുന്നതുമായ മറ്റെന്തോ ഒന്നായിരുന്നു. ഏന്തി വലിച്ചു നടക്കുന്ന എനിക്ക് മുന്നിൽ ക്രമേണ എന്നോളം അദ്ദേഹത്തിൻ്റെ കാലുകളുടെ വേഗം കൂടി വന്നു. അനുഗമിക്കുന്നവരെ മറന്നു പോകുന്ന വിധം അദ്ദേഹത്തിന് സ്വയം നിയന്ത്രണം നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്യസ്ഥാനം അതിൻ്റെ ചരടിൽ കോർത്ത് കെട്ടിവലിക്കാൻ തുടങ്ങിയാൽ ആരുടെ ചൂടാണ് തറയിൽ പിന്നീട് ഉറച്ചു നിൽക്കുക? ഭൂമിക്ക് അടയിരിക്കാൻ ആകാശം കൂട്ടിവെച്ച മുട്ടകളെ മാതിരി തോന്നിക്കുന്ന ഉരുളൻ കല്ലുകളിൽ ചവിട്ടിക്കൊണ്ട് ഡോക്ടറെ പിന്തുടരുമ്പോൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. തൊട്ടു മുമ്പായി കണ്ണിൽപ്പെട്ട കുടിലിന് തെല്ലകലെ ചെറിയതല്ലാത്തൊരു പള്ളി. മഞ്ഞു നിറഞ്ഞ ഓത്തുകാറ്റിൽ ക്രമേണ എന്ന വണ്ണം ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൂറ്റനായൊരു കുരിശും ചുമന്നുകൊണ്ട് അതൊരു അസ്ഥികൂടത്തെ പോലെ മലയുടെ മുനമ്പിൽ മുനിഞ്ഞു കെട്ടി നിൽക്കുന്നു. ഞാൻ പള്ളിയെ തന്നെ നോക്കി. വിജനമായ വനഭൂമിയിൽ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യത്തിൻ്റെ ആലയത്തിനകമേയിരുന്നു കൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാവും? ഡോക്ടർ, എൻ്റെ നോട്ടം എവിടേക്കാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഫാദർ ഇഗ്നേഷ്യസ് സ്ഥാപിച്ചതാണത്, അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇങ്ങനെ തിരുത്തി, സ്ഥാപിക്കാൻ ശ്രമിച്ച പള്ളിയും ആതുരാലയവുമാണത്. പുൽമേട് ഞങ്ങളെ ഉരുമാൻ ആരംഭിച്ചു. 6 അടിക്ക് മുകളിൽ ഉയരമുണ്ടായിരുന്ന ഡോക്ടറുടെ ഇരട്ടി വലിപ്പത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലിൻ്റെ ചെമ്പു നിറമുള്ള തണ്ടുകൾക്കിടയിലൂടെ ഊളിയിട്ട് നീങ്ങുമ്പോൾ കാഴ്ചകളെല്ലാം താൽക്കാലികമായി അവസാനിച്ചു. ലെപ്രസിക്കെതിരെ കർത്തവുമായി നടന്ന ദീർഘമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഫാദർ ഇവിടെയാണ് എത്തിയത്, ഡോക്ടർ പറഞ്ഞു. ഫാദർക്കും ആർക്കറിയാം, തന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെയായിരുന്നു ഡോക്ടറുടെ പിന്നീടുള്ള വാക്കുകൾ. എല്ലാ പരിധികളും കവച്ചു വെച്ചുകൊണ്ട് സമ്പർക്ക ചികിത്സ നടത്തുമ്പോൾ താൻ രോഗത്തെ എല്ലാവർക്കും വേണ്ടി കർത്താവിങ്കിൽ നിന്നും ഏറ്റുവാങ്ങുകയാണല്ലോ എന്നോർത്ത് അദ്ദേഹം വിശുദ്ധമായ ആവേശം അനുഭവിച്ചിരിക്കണം. സ്ഥിതിഗതികളുടെ മൊത്തമായ വശം പിടികിട്ടിയെങ്കിലും വിശദാംശങ്ങൾ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് വിഷമമായി. തുറന്നു ചോദിക്കാൻ മടി അനുവദിച്ചതുമില്ല. ഉച്ചയ്ക്ക് നീളം വെച്ച് തുടങ്ങിയതോടെ തണുത്ത വെയിലിലേക്ക് ഇരുട്ട് പുക പോലെ പടർന്നിറങ്ങാൻ തുടങ്ങി. കാട്ടിൽ ഉച്ച വളരുന്നത് നേരിട്ട് രാത്രിയിലേക്കാണ്. ഞങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ കാലുകൾ നീട്ടി വലിച്ചു നടന്നു. ശ്വാസഗതി ഒട്ടൊക്കെ ശാന്തമായി തുടങ്ങിയിരുന്നു. എത്ര നടന്നിട്ടും പുൽമേടിന് പുറത്തെത്താൻ കഴിയുന്നില്ല. ദിശാബോധവും നഷ്ടപ്പെട്ട പോലെയായി. ഇത് സ്വപ്നത്തിൽ ഓടാൻ ശ്രമിക്കുന്നത് പോലെയും ഓളങ്ങളിൽ പെട്ടുപോകുന്നത് പോലെയുമാണ്. എവിടേക്കെന്നില്ലാതെ അങ്ങനെ നടക്കുമ്പോൾ എല്ലാ പ്രതിരോധവും നിർത്തി ഞാനൊരു വിശ്രാന്തിയിലെത്തി. അപ്പോഴതാ കിനാവിലേതുപോലെ ചില ദൃശ്യങ്ങൾ പറന്നു വരുന്നു.
കുഷ്ഠത്തിൻ്റെ വ്രണങ്ങൾ വീണ മനുഷ്യ ശരീരങ്ങൾക്കിടയിലൂടെ വെള്ളപ്രാവിനെ പോലെ ഫാദർ ഇഗ്നേഷ്യസ് അരിപ്പൊടി പോലെ ഉതിർന്നു വീഴുന്ന വെളുത്ത മഞ്ഞിനിടയിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഔഷധങ്ങളും അതിനും എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന സ്നേഹവും. എനിക്കെന്തോ കഠിനമായി വേദനിച്ചു. അരൂപികളായ വേദനകൾ തരുന്ന വെളിച്ചത്തിൽ മറ്റാരുടെയൊക്കെയോ വിധി എന്നിൽ വെളിപ്പെടുകയാണല്ലോ ദൈവമേ. പാപത്തിൻ്റെ വ്രണങ്ങൾ പേറി ജീവിക്കുന്നവർക്കിടയിൽ രോഗം കൊണ്ട് വ്രണതരായവരെയും പുലർത്തി ഫാദർക്ക് എത്ര നാൾ കഴിയാനാകും? എപ്പോഴത്തെയും പോലെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ചിന്തയുടെ ബാക്കി എന്നോണം അദ്ദേഹം പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഒടുവിൽ മനുഷ്യരുടെ ഭൂമി അവസാനിക്കുന്ന മുനമ്പിലേക്ക് ഇങ്ങനൊരു ദേവാലയവും ആതുരാലയവുമായി ഫാദർ കളം മാറിയത്. ഭൂമി കടന്നും കടക്കാതെയും. ഇവിടെ എത്ര രോഗികളുണ്ടായിരുന്നു? അക്കാര്യത്തിലായിരുന്നു എൻ്റെ ഉത്കണ്ഠ. 100ഓളം. ഫാദറുടെ മരണത്തിന് ശേഷം ഒരു മാത്ര അദ്ദേഹം ഒന്നും പറയാതെ നിന്നു. പിന്നെ കൈപ്പൻ ചിരിയോടെ ഇങ്ങനെ മുഴുവനാക്കി. മരവിച്ച് ജീവിക്കാനും മരിച്ചു മണ്ണടിയാനുമായി കുറപ്പേറെ വഴി ഇറങ്ങിപ്പോയി. ഇരുണ്ട് കനക്കുന്ന സായാഹ്നങ്ങളിലൊന്നിൽ കാരുണ്യത്തിൻ്റെ ഈ മഹാപ്രസ്ഥാനത്തെ പിന്നിൽ വിട്ടും വെച്ചുകൊണ്ട് സാർത്ഥവാഹക സംഘത്തെപ്പോലെ വരി വരിയായി താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പറ്റം രോഗികളുടെ പുറപ്പാട് എനിക്കകമേ ചിത്രം വെച്ചു വന്നു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ ശരിക്കും തകർത്ത് കളഞ്ഞു. അപൂർവം ചിലർ കൊടുങ്കാട്ടിനകത്തേക്കാണ് ഇറങ്ങിപ്പോയത്. കാട്ടിലേക്ക്. വ്രണം ശേഷിപ്പിച്ച സ്വന്തം ശരീരവും തൂക്കി വിശക്കുന്ന മൃഗങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിപ്പോയവർ. മഞ്ഞുകാറ്റിൽ ചെടിത്തണ്ടുകൾ വിറയ്ക്കുന്നത് പോലെ ഡോക്ടറെ ശബ്ദം ചിലമ്പി. ഇടതൂർന്ന കാടിൻ്റെ ഇരുട്ടിലേക്ക് ഞാൻ നോക്കിപ്പോയി. മിന്നായം പോലൊരു കിടുക്കം. സ്വയം അറിയാതെ ഞാൻ തണുത്ത വിയർപ്പിൽ മുങ്ങി. കാരുണ്യത്തിൻ്റെ ഈ ഭൂതകാലം എന്നെ ഉഴുതുമറിക്കുന്നത് എന്തിന്? മനുഷ്യരുടെ ഭൂമിക്കും മനുഷ്യരുടേതല്ലാത്ത കാട്ടിനും നടുവിൽ കാരുണ്യത്തെ സ്ഥാപിക്കുമ്പോൾ തന്നെ ആർക്കറിയാം, അനന്തരഗതിയിൽ ഈ 2 സാധ്യതകൾ തന്നെ ആയിരിക്കണം ഫാദർ തുറന്നിട്ടിരിക്കുക. പുൽമേട് മറികടന്ന് ഒരു കയറ്റം കൂടി കയറി ഞങ്ങൾ നിരപ്പിലെത്തി. ദൂരെ നിന്നും കണ്ട പള്ളിയും കുടിലുമൊക്കെ കൺമുന്നിലെത്തി. കരിമ്പാറപ്പുറത്തെ മുനമ്പിൽ വഴിയൊറ്റുപോയ ഭൂമിയെ നോക്കിക്കൊണ്ട് നിശ്ചലമായി നിൽക്കുന്ന 2 കെട്ടിടങ്ങൾ ഒഴിച്ചാൽ മനുഷ്യനിർമ്മിതമായി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കുടിലിനെ തന്നെ ഞാൻ ഉറ്റുനോക്കി. ടാർപ്പായ കൊണ്ട് 4 വശവും മറച്ചിരുന്നതിന് വാതിലുകളോ ജനലുകളോ കാണുന്നില്ല. എന്നാൽ ആരോ താമസിക്കുന്നുണ്ടെന്ന് അറിയിക്കാനായി മനുഷ്യൻ പെരുമാറിയതിൻ്റെ ചില അടയാളങ്ങൾ എങ്ങനെയോ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഞാൻ ഡോക്ടറെ നോക്കി. അദ്ദേഹം തോളിൽ ചുമന്നിരുന്ന ചാക്കിനോളം വലിപ്പമുള്ള വലിയ കിറ്റ് താഴെ വെച്ച് വിയർപ്പ് തുടച്ചു. നമ്മളങ്ങനെ എത്തിക്കഴിഞ്ഞു ചങ്ങാതി, അദ്ദേഹം പറഞ്ഞു. കുടിലിന് തൊട്ടടുത്ത് പോകാമെന്നിരിക്കെ ഇവിടെ യാത്ര അവസാനിപ്പിച്ചതെന്തിന് എന്ന് ഞാൻ ഓർത്തു. പൂർവ്വനിശ്ചിതമായൊരു അതിർത്തിയിൽ യാത്ര സഹജമായി തന്നെ അവസാനിച്ചതുപോലെയാണ് തോന്നിയത്. ഡോക്ടർ കുടിലിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനും. അതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്നത് അറിഞ്ഞിരിക്കാനിടയില്ല. അദ്ദേഹമാണെങ്കിൽ അത് അറിയിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തുന്നുമില്ല. അങ്ങനെ നിൽക്കവേ എങ്ങു നിന്നോ വീശിക്കയറി വന്ന കോട ഞങ്ങളെ ആകെ മൂടി. അതോടെ കാഴ്ചകളെല്ലാം മറഞ്ഞുപോയി. അങ്ങനെ ഭൂമിയിലും ഭൂമിയിലല്ലാത്ത പോലെയും നിൽക്കുമ്പോൾ ഞാൻ ഓർത്തത് അതികഠിനമായൊരു ശ്വാസവിമ്മിട്ടത്തിനൊടുവിൽ ഇൻഹേലർ തരുന്നൊരു ആശ്വാസത്തിൽ ഉറക്കത്തിലേക്ക് സുഗതമായി വീണു പോകുന്ന എൻ്റെ ചില വിശ്രാന്ത രാത്രികളെയാണ്. തോളിൽ ഡോക്ടറുടെ കരസ്പർശമുണ്ടായപ്പോൾ ഞാൻ ഞെട്ടിയുണർന്നു. എൻ്റെ ചങ്ങാതി, ഇപ്പോൾ നാം കാണാനിരിക്കുന്നത് ആരെയാവുമെന്ന് ഓർക്കുകയാണോ? അന്നേരം എൻ്റെ പുഞ്ചിരിയിൽ മറ്റാരുടെയോ ദുഃഖം കലർന്നതായി കണ്ട് ഞാൻ വിസ്മയിച്ചു. കുടിലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ വിശദമാക്കി. മുനമ്പിൽ നിന്നും ഒരു കൂട്ടർ താഴ്വരയിലേക്കും മറ്റൊരു കൂട്ടർ കൊടുങ്കാട്ടിലേക്കും ഇറങ്ങിപ്പോയപ്പോൾ ഒരാൾ മാത്രം എങ്ങും പോകാതെ ഇവിടെ തന്നെ അവശേഷിക്കാൻ തീരുമാനിച്ചു. ആനന്ദി ദേവിയമ്മ. കോട നീങ്ങിയകന്നു. തണുപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന വെയിൽ വെളിച്ചങ്ങൾ മെല്ലെ മെല്ലെ തെളിഞ്ഞു വരുന്ന ആ കാഴ്ച എന്നെ നടുക്കിക്കളഞ്ഞു. കുടിലിന് മുന്നിലതാ വെള്ളത്തുണി കൊണ്ട് ശരീരമാകെ മൂടിമറിച്ച് ഒരു സ്ത്രീരൂപം. നിൽക്കാൻ പോലും കഴിയാത്തതുപോലെ അത് മുനമ്പിലെ കാറ്റിൽ നിന്ന് വിറച്ചു. ഒരാശ്രയത്തിന് വേണ്ടി ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനിടയിൽ പൊടുന്നതിന് വരെ മുഖം മറച്ചിരുന്ന വസ്ത്രത്തലപ്പ് കാറ്റിലൊന്ന് പാളി. ദൈവമേ! ഒരാളുടെ മുഖത്തു നിന്നും മുഖം നഷ്ടപ്പെട്ട കാഴ്ച.
അതെനിക്ക് അതെനിക്ക് താങ്ങാനാവുന്നതിനപ്പുറമായിരുന്നു. ഞാൻ വിറച്ചുപോയി. ചുമന്നുകൊണ്ടുവന്ന കിറ്റ് കുടിലിന് മുന്നിലേക്ക് വലിച്ചെറിയാൻ ഡോക്ടർ തെല്ലിട കൂടി വൈകിച്ചിരുന്നെങ്കിൽ ആർക്കറിയാം, ചോരക്കുഴലിൽ സ്വന്തം രക്തം കട്ടപിടിച്ച് ഞാനൊരു മരക്കഷ്ണം പോലെ താഴെ വീണു തീരുമായിരുന്നു. സഞ്ജി രൂപത്തിന് മുന്നിൽ ചെന്നു വീണു. മുനമ്പിൽ കാറ്റ് രൂക്ഷമാകുന്നു. വെയിൽ ഇരുളുന്നുവോ? നിഴലുകൾ, നിഴലുകൾ. പെട്ടെന്ന് രൂപം ചെറിയൊരു പൊതി തിരിച്ചിങ്ങോട്ടെറിഞ്ഞു. അതിനിടയിൽ തെല്ലിയുടെ പുറത്ത് കണ്ട ആ കൈകൾ. മരവിപ്പിക്കുന്ന ഏത് കാഴ്ചയ്ക്ക് മുന്നിലും വല്ല വിധേനയും പിടിച്ചു നിൽക്കാനുള്ള ശക്തി അപ്പോഴേക്കും എനിക്ക് എങ്ങനെയോ കിട്ടിക്കഴിഞ്ഞിരുന്നു. എങ്കിലും വിരലുകൾ അറ്റുപോയ ആ കൈ. പൊതി ഞങ്ങൾക്ക് മുന്നിൽ വീണു തുറന്നു. കുഞ്ഞുനാളിൽ മടിയിലിരുത്തി നിലാവ് കാണിച്ച് അമ്മ തന്ന ഏതോ ഭക്ഷണത്തിൻ്റെ മണം അതിൽ നിന്നും പൊങ്ങി വരാൻ തുടങ്ങി. ഞാൻ ഡോക്ടറെ നോക്കി. വേദനയിൽ നിന്ന് ഊറി വരുന്ന ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നു. വരൂ, അദ്ദേഹം പറഞ്ഞു. മുനമ്പിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുകയായിരുന്നു. ഇറക്കമിറങ്ങി പുൽമേടിനകത്ത് കയറിയപ്പോൾ ഞാൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. കുടിലിൻ്റെ മുൻവശം ശൂന്യമായിരുന്നു. മുന്നോട്ട് നടക്കാൻ പ്രയാസം തോന്നി. ഏതോ പിൻവിളി എന്നെ പൊക്കിയെടുത്ത് കഴിഞ്ഞിരുന്നുവല്ലോ. ഇനി അടുത്ത മാസം ഇവിടെ വന്നാൽ മതിയാകും, ഡോക്ടർ പറഞ്ഞു. ചോദിക്കാനോ കേൾക്കാനോ ഉദ്ദേശിച്ചിരുന്ന ഒന്നിനുള്ള മറുപടിയായിരുന്നില്ല എന്നതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. മാത്രവുമല്ല, കാരണം നിജപ്പെടുത്താനാവാത്ത ഏതോ കാര്യത്തിൽ ഞാൻ ആകെ വിമ്മിട്ടപ്പെടുകയായിരുന്നു. പുൽമേടിൻ്റെ ചുഴിക്കകത്ത് നിന്ന് പുറത്തു കടന്നപ്പോൾ എല്ലാം മനസ്സിലായതുപോലെ ഡോക്ടർ എന്നെ നോക്കി പുഞ്ചിരിച്ചു. സഹജമായ കാരുണ്യം ആ മുഖത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. തിരിച്ചു പോകണമെന്ന് പിന്മിടി തോന്നുന്നു അല്ലേ? അദ്ദേഹം പറഞ്ഞു. ഞാൻ തല താഴ്ത്തി. സ്നേഹം വിളിക്കുമ്പോൾ അതിൽ നിന്നും പിന്തിരിഞ്ഞു നടക്കാൻ ആർക്കാണ് കഴിയുക? സത്യത്തിൽ എനിക്ക് കരച്ചിൽ വന്നു. മറ്റൊരാൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും എന്തിനാവും രോഗിണിയായ അവർ ഓരോ തവണയും ഭക്ഷണപ്പൊതി എറിയുന്നുണ്ടാവുക? എന്തായാലും സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിനപ്പുറം നിൽക്കുന്ന എന്തോ ഒന്ന് ഡോക്ടറെ ഈ നിയോഗവുമായി കുരുക്കിടുന്നുണ്ട്. ചോദിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ രോഗി എന്ന് പറയാതെ എൻ്റെ ചങ്ങാതി എന്ന് പരിചയപ്പെടുത്താൻ പോലും മഹാമനസ്കത കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ കാരുണ്യം പോകുന്ന ദൂരം അളക്കാൻ വേണ്ട വൈഭവം തീർച്ചയായും എൻ്റെ സംശയങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഓരോ സത്യവും അദൃശ്യമായൊരു ഉടമ്പടിയിലൂടെ എന്ന വണ്ണം ദൈവം എനിക്ക് ഭാഗികമായി മിന്നിച്ചു തരികയും ഓരോ തവണയും അത് തിരിച്ചറിഞ്ഞിട്ടെന്ന വണ്ണം അദ്ദേഹം എനിക്ക് മുന്നിൽ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അത്ഭുതം പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിടയിൽ ദൈവം നീട്ടിയിടുന്ന ഈ പാലം അന്നേരം പൊടുന്നനവെ തുറന്നു. ഹൃദയങ്ങൾ തമ്മിൽ ദൈവം വഴി ഉടമ്പടിയുള്ളവരോടൊത്ത് ഇവിടേക്കൊരു യാത്ര ഇതാദ്യമായിട്ടാണ്, അദ്ദേഹം പറഞ്ഞു. ആനന്ദി ദേവിയമ്മ ആരാണെന്നും എനിക്കും അവർക്കും തമ്മിൽ എന്ത് എന്നും എന്നേക്കാൾ ഏറെ അറിയുന്ന ഈ മരങ്ങളോട്, ഉരുളൻ കല്ലുകളോട്, ഉരുപ്പി പറന്നു പോകുന്ന കൈലേസ് പോലത്തെ കോടമഞ്ഞിനോട് ഓരോ വരവിലും ഞാൻ ആനന്ദി ദേവി അമ്മയെക്കുറിച്ച് വെപ്രാളം കലർന്ന ചാരിതാർത്ഥ്യത്തോടെ സംസാരിക്കുമായിരുന്നു ചങ്ങാതി. ആനന്ദി ദേവിയമ്മ ഡോക്ടറുടെ എൻ്റെ അമ്മയാണ്. ഫാദർ ഇഗ്നേഷ്യസിൻ്റെ സേവന ശ്രമങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അകാല മരണം ഏൽപ്പിച്ച ആഘാതം അമ്മ തരണം ചെയ്തത്. ഒരിക്കൽ കൂടി ഞാൻ തിരിഞ്ഞു നോക്കി. ഞങ്ങൾ ഇറങ്ങി വന്ന മലയുടെ മുനമ്പിൽ പുറത്തേക്ക് വാതിലുകളില്ലാത്തൊരു കുടിൽ ഞാൻ കണ്ടു. നോക്കി നിൽക്കെ കൊടുങ്കാടിൻ്റെ നിഴലുകൾ അതിന് മുകളിൽ മേലാപ്പ് പോലെ വന്നു വീണു. നിഴലിരുട്ടിൻ്റെ പുതപ്പിൻ ചുറ്റിനകത്തേക്ക് കുടിൽ ക്രമേണ എന്നോണം ചുരുണ്ടു പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ഹൃദയം അനിയന്ത്രിതമായി മിടിക്കാൻ തുടങ്ങി. ശ്വാസം അകത്തോ പുറത്തോ എവിടെയോ കുരുങ്ങി. ഡോക്ടർ, എൻ്റെ ശബ്ദം ചിലമ്പി. അടുത്ത തവണ ഇവിടെ വരുമ്പോൾ ഈ പാവപ്പെട്ട HIV-കാരനെ കൂടി ചേർക്കണേ. അപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ. നിങ്ങൾ ജീവിച്ചിരിക്കും ചങ്ങാതി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ കാരുണ്യം എന്നെ വന്നു തൊട്ടു. ഞങ്ങൾക്കിടയിൽ ദൈവം നീട്ടിയിടുന്ന പാലം തന്നെയാണല്ലോ ഈ സ്പർശം. ഭൂമിക്ക് അടയിരിക്കാൻ ആകാശം കൂട്ടിവെച്ച മുട്ടകളെ മാതിരി തോന്നിക്കുന്ന ഉരുളൻ കല്ലുകൾക്ക് മുകളിൽ പിച്ച വെച്ചുകൊണ്ട് പതിയെ ഈ പച്ചമലകൾ കയറുവാനുള്ള ഇത്തിരി ജീവൻ എനിക്കകത്ത് പിടിച്ചു നിർത്തുവാൻ പോകുന്നത് ഈ കാരുണ്യമല്ലാതെ മറ്റെന്താണ്?